ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 61 റിവ്യൂ ആണ്. ഫാമിലി വീക്ക് അവസാനിച്ചപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വിവാദങ്ങൾക്കൊന്നും തിരികൊളുത്താനായിട്ട് ഇത്തവണ പറ്റിയില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് കാത്തിരുന്ന സമയത്താണ് ഒനിലിൻ്റെയും അതേപോലെ തന്നെ ലക്ഷ്മിയുടെയും നെവിൻ്റെയും വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിന് അകത്തേക്ക് വന്നത്. പിന്നെ അവരെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ലക്ഷ്മിയുടെ അമ്മ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ലക്ഷ്മി പറഞ്ഞല്ലോ, നിങ്ങളാരും വീട്ടിലേക്ക് വരരുത്, ഞാൻ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നു, എൻ്റെ വീടാണ്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോരൂ, സിറ്റൗട്ടിൽ ഇരുന്നാൽ മതിയേ. പുള്ളിക്കാരി ഒരു ഡാർക്ക് ഹ്യൂമർ ആയിരിക്കും ഉദ്ദേശിച്ചത്. 99% അതൊരു ഡാർക്ക് ഹ്യൂമറായിട്ട് കൺസിഡർ ചെയ്താൽ മതി. നമ്മളൊക്കെ അങ്ങനെയുള്ള ചില കോമഡികളൊക്കെ അടിക്കാറുണ്ടല്ലോ. എന്നാൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടാൻ സാധ്യതയുള്ള സംഗതിയാണ് ഇത്തരത്തിലുള്ള ഡാർക്ക് ഹ്യൂമറുകൾ. നമ്മളൊരു പ്രശ്നത്തിലേക്ക് ഇടപെടുന്ന സമയത്ത്, ഏതൊരു വിഷയത്തിലേക്കും ഇടപെടുന്ന സമയത്ത്, ഒരാളെ നമ്മൾ ക്രൂരമായിട്ട് വിമർശിക്കുന്ന സമയത്ത് ആദ്യം എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യം അല്ലാതെ ആവാൻ വേണ്ടി എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് ഡാർക്ക് ഹ്യൂമറാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ മാത്രം ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൊക്കെ പ്രതികരിക്കുക, ഇമോഷണലായിട്ട് പ്രതികരിക്കുക. പുള്ളിക്കാരി ഒരു ഡാർക്ക് ഹ്യൂമർ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. നാളെ ഇനി പുള്ളിക്കാരി വന്നിട്ട് പറയുകയാണ്, അല്ല അവരെ ഞാൻ സിറ്റൗട്ടിൽ ഇരുത്തത്തുള്ളൂ എന്ന് ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് ഇതിൻ്റെ പുറകെ നടന്നാൽ പോരെ. വെറുതെ ചുമ്മാ ഓരോ ആളുകൾ സമയം മെനക്കെടുത്താൻ വേണ്ടി നടക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എന്തുവാണ്, വിട്ടുകളത്. ഇനിയിപ്പോൾ അടുത്ത സംഭവം എന്താണ്, ലക്ഷ്മിയുടെ കുട്ടിയെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറ്റിയിട്ടില്ല. അകത്ത് കയറ്റാതിരിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും. കുട്ടിയല്ലേ, കുട്ടികളെ ഒന്നും ഇങ്ങനെയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ, അത് മുതിർന്ന ആളുകൾ കാണുന്ന പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോകളിൽ അങ്ങനെ ചുമ്മാ ഒന്നും കയറ്റിക്കൊണ്ട് വരാനായിട്ട് പറ്റത്തില്ല. അതിനൊക്കെ ചില നിഷ്കർഷകളൊക്കെ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കുട്ടിയെ അകത്തേക്ക് കയറ്റാതിരുന്നത്. അതേപോലെ കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. അതേപോലെ തന്നെ കുട്ടിയെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് സംഘാടകർക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗെയിം ഷോ അല്ലേ, അവർക്ക് കുട്ടിയെ അവിടെ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ നടക്കും. അതിലൊന്നും വലിയ കാര്യമുള്ള സംഗതിയൊന്നുമില്ല. ലക്ഷ്മിയെ വേദനിപ്പിക്കാൻ കുട്ടിയകത്തേക്ക് കയറ്റിവിട്ടില്ല. ഒരമ്മയുടെ വേദന മനസ്സിലാക്കേണ്ടേ ബിഗ് ബോസ്. ലക്ഷ്മിയുടെ ഗെയിം ഡൗൺ ആക്കാൻ വേണ്ടി കുട്ടിയകത്തേക്ക് കയറ്റിവിട്ടില്ല എന്നൊക്കെ പാടി നടക്കുന്ന ആളുകളുണ്ട്. വീട്ടുകള ചുമ്മാ വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ സഹതാപ വോട്ട് പിടിക്കാനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വല്ല പരിപാടിയൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് അതിൻ്റെ സൈഡിൽ കൂടെ നടന്നോട്ടെ. അതൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള ബോധം ആളുകൾക്കുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ ലക്ഷ്മി ഹസ്ബൻഡ് അവർ തമ്മിലുള്ള ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തോരം വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ അല്ല, അന്ന് തന്നെ ആ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് എന്തോരം വീഡിയോസാണ് വന്നിരുന്നത്. ഇവർ എന്തോ ടോക്സിക്കാണ്, ഇവർ വീട്ടിൽ ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ എവിടെയോ റാൻഡമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ഹസ്ബൻഡ് വരുന്നു. അപ്പോൾ അങ്ങനെ പുറത്തൊരു കണ്ടന്റ് ഉണ്ടാകുന്നു. അപ്പോൾ അതങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഒരാൾ നല്ല രീതിയിൽ കുടുംബമായിട്ട് ജീവിക്കുകയാണ് എന്ന് കേൾക്കുന്ന സമയത്ത് സന്തോഷിക്കല്ലേ വേണ്ടത്. അപ്പോൾ ആ ഒരു വിവാദങ്ങൾക്ക് സ്ഥാനമില്ല, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. ഇനി സീസൺ 7 എപ്പിസോഡ് 61 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാനവാസാണ് എനിക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻറ്റ്. ഏത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആസ്വാദനമുണ്ട് പുള്ളിയുടെ ചില വെകിളിത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ കാണുന്ന സമയത്ത്. എന്തോരം മണ്ടത്തരങ്ങളാണ് ഷാനവാസ് കാണിക്കുന്നത്. ഷാനവാസ് വിചാരിക്കുന്നത് താനൊരു ഹീറോ ആയിട്ട് ഓൾറെഡി മാറിയിട്ടുണ്ട്. ഇനി ചെറിയ രീതിയിൽ മീശയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് ഫ്ലാറ്റ് ആവും. പണ്ട് താൻ സീരിയലിലൊക്കെ ആയിരുന്ന സമയത്ത് എന്തോരം ഫാൻസ് ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ ഉള്ളൊരു അപ്രോച്ചാണ് ഷാനവാസിന്. അതിനിടയ്ക്ക് ജിസയിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി വകതിരിവ് കുറവുള്ള ഒരാളായതുകൊണ്ട് അത് കാര്യമായിട്ട് തന്നെ ഷാനവാസിനെ ബാധിക്കുന്നുണ്ട്. അക്ബർ, ജിസേൽ എന്നിവരുടെ കമ്മ്യൂണിക്കേഷനിൽ ജിസേലിന് തോന്നിയ ചില കാര്യങ്ങൾ, ഭാഷാപരമായിട്ടുള്ള വെല്ലുവിളികൾ ഉള്ളതുകൊണ്ട് തോന്നിയ ചില കാര്യങ്ങളാണ് ഷാനവാസിൻ്റെ അടുത്ത് പോയി പറഞ്ഞിരിക്കുന്നത്. ഷാനവാസ് അപ്പോൾ അറിയാലോ, ആർക്കെതിരെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്ന വ്യക്തിയാണ്. ഷാനവാസ് ഇപ്പോൾ സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ട് അക്ബറിനെതിരെ ഗെയിം പ്ലാൻ ചെയ്യുകയാണ്. ഉറപ്പായിട്ടും കാട്ട നെഗറ്റീവിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അടുത്ത ദിവസം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നെവിൻ്റെ കേസ് പോലെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചുമ്മാ എടുത്തടിക്കും അക്ബറിനെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ. അപ്പോൾ തന്നെ കട്ട നെഗറ്റീവ് ആവും. അക്ബറിനെ വെറുതെ സൈഡ് ഇരുന്നാൽ മതി. ഇവർ കളിച്ച് അക്ബറിനെ ഏതെങ്കിലും ഒരു റേഞ്ചിലേക്ക് എത്തിച്ചോളും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഹൗസിലേക്ക് ഈ തവണ ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് അമ്മമാർ വന്നു. അമ്മമാരൊക്കെ നല്ല സൂപ്പർ പ്രോഗ്രസീവ് ആൻഡ് പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെയുള്ള കണ്ടസ്റ്റൻസിൽ പല ആളുകളും തള്ള വൈബുള്ള ആളുകളാണ്. അനുവിൻ്റെയൊക്കെ ഒരു തള്ള വൈബ്, എന്തോ ഒരു തള്ള വൈബാണ്. നെവിനെയൊക്കെ ഉപദേശിക്കുന്നത് കേട്ടിട്ട് എനിക്ക് നല്ല പൊളി പൊളിഞ്ഞു. എന്തിനാണ് ചുമ്മാ അനാവശ്യമായിട്ട് ബാക്കിയുള്ള ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒരു ബോധമില്ലാതെ, എന്താണ് റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കാതെ ഇടപെടുന്നത്? വെറുതെ എന്തിനാണ് ഇടപെടുന്നത്? അതേപോലെ ലക്ഷ്മിയൊക്കെ എന്തോ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. തൻ്റെ മാതൃത്വം ഒരു ഗെയിം ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ്. എൻ്റെ കുട്ടി കാണുന്ന, എൻ്റെ കുട്ടിയെ കാണിക്കേണ്ട, എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമായതുകൊണ്ട് ഞാൻ ഇതൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. എന്തൊരു മോശമായിട്ടുള്ളൊരു കാർഡാണ്. ഇപ്പോൾ ഒരു ആണും പെണ്ണും അല്ലെങ്കിൽ രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു കുട്ടിയോട് എന്തൊക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് ഇപ്പോൾ ഈ LGBTQ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ അവരുടെ ദാമ്പത്യം എന്തോന്നും കാണിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു കള്ളത്തരമാണ്.
ഒരു കാർഡ് ഇറക്കലാണ്. നിങ്ങളുടേത് കുട്ടിയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ബിഗ് ബോസും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ നൂറ് അതിൽ നടന്നു പോകുമ്പം കുട്ടിക്ക് പെട്ടെന്ന് ഒരു കൗതുകം തോന്നുമോ, സംശയം തോന്നുമോ? അതെന്താണ് അവർ രണ്ടുപേരും നടക്കുന്നത്? അവരുടെ സ്കൂളിലും കുട്ടിയുടെ സ്കൂളിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ ഇങ്ങനെ സ്ത്രീകൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുന്നതും അവരൊന്നിച്ചിരിക്കുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ? അതല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ എന്താണുള്ളത്? അപ്പം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. കുട്ടികളൊക്കെ പലപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് അച്ഛൻ അമ്മ ഞാൻ ഉണ്ടായത്? അപ്പോൾ നമ്മൾ ഈ ഫുള്ള് ലൈംഗിക ബന്ധത്തിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. അപ്പോൾ അവർക്ക് ആ ഒരു പ്രായത്തിൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കും. ബാക്കി അവരുടെ പ്രായത്തിൽ അവർക്ക് മനസ്സിലായിക്കൊള്ളും. അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. എന്തിനാണ് ലക്ഷ്മി ചുമ്മാ ഈ കാർഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ലക്ഷ്മി ഈ കള്ളം പറയുന്നത്? നമ്മൾ ഈ ലോകത്തൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. കുട്ടികൾക്കിടയിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുമൊക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ വന്നിട്ട് ഈ സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? എങ്ങനെ കുട്ടികളെ വളർത്തണമെന്നുള്ളത് ഇതുവരെ കേരളത്തിലുള്ള ആളുകൾക്കറിയില്ല. ഞാൻ വന്നിട്ട് TV മൊത്തത്തിൽ മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്നു. ശുദ്ധ ഫേക്കാണ്, ശുദ്ധ ഫേക്ക്. ആ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞിട്ടെങ്ങാണ്ട് വന്ന് കളിക്കുന്ന കളിയാണ്. ഇനി എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ, പൊട്ടുകുത്തടി പുടവ ചുറ്റടി എന്നുള്ള നല്ല പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. അപ്പോൾ പൊട്ടുകുത്തി ലക്ഷ്മി അതിൽ നടന്നു വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മീശ മെനകേടാക്കി ഷാനവാസ് അതിലെ നടപ്പുണ്ടായിരുന്നു. ഷാനവാസിൻ്റെ കളികൾ അങ്ങനെയൊക്കെയാണ്. ഷാനവാസിന് സ്വന്തമായിട്ട് കുറേ ഐഡിയകളുണ്ട്. ആ ഒരു ഐഡിയകൾ അനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തകർത്ത് വാരാം, താനൊരു ഹീറോ ആണെന്നൊക്കെയാണ് ഷാനവാസ് വിചാരിക്കുന്നത്. ഒരു ശുദ്ധനുമാണ്, അതേപോലെ തന്നെ ഉപദ്രവകാരിയുമാണ് ബാക്കിയുള്ള ആളുകൾക്ക്. രാവിലെ പാട്ട് പരിപാടികൾക്ക് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, എക്സ്ട്രാ പ്രിവിലേജുകളോടെ ഹൗസിൽ ഫാമിലി വീക്കിൻ്റെ ഭാഗമായി വന്ന നൂബിൻ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ നൂബിൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ബിന്നി കരഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെ യാത്രയാക്കുകയാണ്. കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഇതുപോലുള്ളൊരു സിറ്റുവേഷനിൽ തനിക്കൊരു കൂട്ടായി വന്നിട്ട് അവിടെ നിന്ന് മാറുന്ന സമയത്ത് വിഷമമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്താണെങ്കിലും 1-2 ആഴ്ചകൾക്കുള്ളിൽ ബിന്നി വീട്ടിലേക്ക് ചെല്ലാനുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഇത്രമാത്രം വിഷമിക്കുന്നത്? ആക്ച്വലി ബിന്നി ഈ ഫാമിലി വീക്കും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏത് ഗെയിം എടുത്തിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ ഗെയിം മാറ്റി. ജിസേൽ, അതേപോലെ തന്നെ ആര്യൻ, അക്ബർ, ഷാനവാസ്, അനു, ആദില, നൂറ എന്നിവരൊക്കെ ഗെയിം മാറ്റി. നേരത്തെ ഉള്ള ഒരു ദാരിദ്ര്യാവസ്ഥ, ഗെയിമിൻ്റെ കാര്യത്തിലുള്ള ദാരിദ്ര്യാവസ്ഥയ്ക്ക് കുറച്ചൊരു മാറ്റം ഹൗസിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബിന്നിയെ നമ്മളിനി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും നിലവിൽ അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫാൻസിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആകും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ വലിയ കാര്യമായിട്ടുള്ള ഗെയിമൊന്നും എനിക്ക് ബിന്നിയിൽ പറയാനായിട്ടില്ല. ചില ആളുകൾ ഗെയിം മാറ്റിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. എപ്പിസോഡ് 61-ലും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കലും ഭക്ഷണം കഴിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ മെയിൻ. എന്തോ ഒരു വെറുപ്പിക്കലാണ് ഇവരുടെ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുക പരിപാടി. എല്ലാ ദിവസവും രാവിലെ കിച്ചണിൽ ഭക്ഷണം ആരുണ്ടാക്കും, ഭക്ഷണം എപ്പോൾ ഉണ്ടാക്കും, എപ്പോൾ ഭക്ഷണം കിട്ടും എന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും അടി. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഫുൾ ടൈം ഈ ഭക്ഷണമാണ് അവിടുത്തെ കണ്ടൻറ്റ്. ഇത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഈ പരിപാടികൾ ഡിലേ ആക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത്രയധികം റേഷൻ അവർക്ക് കിട്ടുന്നത് കൊണ്ടാണോ ഇതിങ്ങനെ നടക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. നെവിനൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നെവിൻ്റെ ഈ ഒരു ഗെയിം, ഈ ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ഗെയിം മാറ്റണമെന്ന് അനിയത്തി പറഞ്ഞ സമയത്ത് നെവിൻ അതിന് താല്പര്യമൊന്നുമില്ല. അത് നിനക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഗെയിമാണ് പിടിച്ചിരിക്കുന്നതെന്നൊക്കെ നെവിൻ അനിയത്തി ഉപദേശിക്കുന്നത് കേട്ടു. ഈ ബോറിംഗ് പരിപാടി ഉണ്ടല്ലോ, ഈ ഫുഡുമായി ബന്ധപ്പെട്ട ബോറിംഗ് പരിപാടി, അത് ഈ സീസൺ 7 ഏറ്റവും വലിയ ശാപമാണ്. അതേപോലെ ഇവർ ഈ വീക്കിലി ടാസ്കും കാര്യങ്ങളൊക്കെ റദ്ദാക്കി കളയുന്നതുകൊണ്ട് ഈ ലക്ഷറി പർച്ചേസുകൾക്കൊന്നും ഉള്ള സാധ്യതയില്ല. പണിപ്പുര പരിപാടിയൊക്കെ എവിടെ പോയി? അതൊന്നും ഇല്ല. അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയുള്ള പോയിന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. പിന്നെ ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് ആളുകൾ കൊണ്ടുവന്ന ഭക്ഷണം വീതം വയ്ക്കുന്നതിലും അത് പിടിച്ചു പറിക്കുന്നതിലൊക്കെ വൻ അലമ്പാണ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആളുകൾ പണി ഇന്നതേ ചെയ്യത്തുള്ളൂ എന്നിപ്പോൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അനീഷ് ഇന്ന പണി എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു പണി ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് ഒരാൾ ഇന്ന പണി ചെയ്യണം, ഇയാൾ ഇന്ന പണി ചെയ്താലേ ഞങ്ങൾ ഇത് ചെയ്യത്തുള്ളൂ എന്നൊക്കെയുള്ള ഡിമാൻഡുകൾ അവിടെ ആയിപ്പോയി. അപ്പോൾ അനീഷ് രാവിലെ ചായ എടുത്തു, നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ചായ എടുത്തു. അപ്പോൾ അനുവിൻ്റെയൊക്കെ ഒരു പക്ഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് രാവിലെ നേരത്തെ എഴുന്നേറ്റല്ലേ, എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തുകൂടെ? അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ലോ. അനുവിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നുണ്ടെങ്കിലും, അനുവിൻ്റെ ആ ഒരു അപ്രോച്ച് ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് തോന്നി, ഈ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു തെറ്റാണോ? അയാളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റുട്ടീൻ്റെ ഭാഗമായിട്ട് നേരത്തെ എഴുന്നേറ്റു, അതുകൊണ്ട് അയാൾ ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യണമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു സംഗതിയാണോ? അപ്പോൾ അനീഷിനോട് പറയുന്നു, നിങ്ങളിങ്ങനെ കറിക്കൊക്കെ അരിഞ്ഞു വെക്ക്, അപ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് ഉപ്പുവാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അനീഷ് പറയുന്നു, ഇല്ല അങ്ങനെ ചെയ്യില്ല, കാരണം ഞാൻ ചായ എടുത്തു.
അപ്പോൾ അക്ബറും അനുവും കൂടെ വന്നിട്ട് അത് ചെയ്യും. അക്ബർ എന്തൊരു മനുഷ്യനാണ്, എന്തൊരു വർത്താനാണ് അനീഷ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ കണ്ടിരുന്നു അനീഷിനെ മറ്റേ സ്റ്റോർ റൂമിൽ പൂട്ടിയിടുന്നതും ബാറ്ററി ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമൊക്കെ സ്വന്തമായിട്ട് ആളുകൾ നേരിട്ട് ഇറങ്ങി ചെയ്യുന്നതും ഒക്കെ. പിന്നെ അനീഷിന് കുറേ അനാവശ്യ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അനീഷിന് ഒത്തിരി ഫാൻസ് ഉണ്ടെന്നൊക്കെയുള്ള കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള പറച്ചിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അനീഷ് മിടുക്കനാണ് എന്നുള്ള തോന്നൽ കിട്ടിയതുകൊണ്ട് അനീഷിൻ്റെ പഴയ ആ ഒരു ചൊറിഞ്ഞ സ്വഭാവം ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ വലിയ പാടായിരിക്കും. തൻ്റെ കിച്ചൺ ടീം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ബിന്നി അറിയിക്കാൻ വേണ്ടി നമ്മുടെ അനീഷ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. ബിന്നി പറയുന്നു, ഞാനൊരു ക്യാപ്റ്റനാണ്, എനിക്ക് എങ്ങനെ ഫുഡ് കഴിക്കുന്നു എങ്ങനെ കിട്ടുന്നു എന്നൊന്നും എനിക്കറിയണ്ട, സമയത്ത് അങ്ങോട്ട് കിട്ടിയാൽ മതി എന്നുള്ളതാണ് ബിന്നിയുടെ ഒരു പക്ഷം. അത് കറക്റ്റായിട്ടുള്ളൊരു പക്ഷമാണ്. അതിനുശേഷം ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുകയാണ്. 3 ആളുകൾക്കും ഒന്നിച്ചാണ് ടാസ്കുകൾ കൊടുക്കുന്നത്. ആദ്യമുള്ളത് പസിൽ ടാസ്ക്കാണ്. ലക്ഷ്മി അത് വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ഒനിലും നെവിനും അത് പിറകെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നു. കൂടുതൽ മിടുക്ക് ലക്ഷ്മിക്കുള്ളതുപോലെ എനിക്ക് തോന്നി. അതിനുശേഷം ലക്ഷ്മിക്ക് ബോൾ ഇങ്ങനെ ഊതി വെള്ളത്തിൽ കൂടെ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ ഊതി അപ്പുറത്തേക്ക് ഇടുന്ന ഒരു ഗെയിമായിരുന്നു. അത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഒനിയലിൻ്റെ ഗെയിം കുറച്ചും കൂടെ സ്കില്ല് വേണ്ട, സ്ട്രാറ്റജിക്കലായിട്ട് സമീപിക്കേണ്ട ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നി. മറ്റേ ബോൾ ഇങ്ങനെ ലൈനേക്കടി ഇങ്ങനെ ഊർന്ന് പാത്രത്തിൽ വീഴുന്ന ആ ഒരു പരിപാടി. പിന്നെ നമ്മുടെ നെവിൻ്റെ ആ ഒരു ടാസ്ക് ആക്ച്വലി അത് എന്നെക്കൊണ്ടൊന്നും ആണെങ്കിൽ പറ്റത്തില്ല. കാരണം ഇങ്ങനെ തലയിൽ തൊപ്പി വെച്ചിട്ട് ടീ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടി ക്രോസ് വരുത്തണം. ശരിക്കും ഇങ്ങനെ തല ആട്ടുന്ന സമയത്ത് ആക്ച്വലി കുറച്ച് കഴിയുമ്പോഴത്തേനും ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്കൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. നെവിൻ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ എപ്പിസോഡിൽ കാണുന്നത് ഷാനവാസും ജിസയിലും ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഷാനവാസ് വളരെയധികം എക്സൈറ്റഡ് ആണ്. അക്ബർ ജിസൈലിനൊക്കെ എതിരായിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ, തൻ്റെ തോന്നൽ ബലപ്പെടുന്നു. അതേപോലെ തന്നെ ജിസയിൽ അക്ബറിനെതിരായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഒനിൽ സംസാരിച്ച ആ ഒരു ഇഷ്യൂവിൽ അക്ബറിനെതിരായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അക്ബറാണ് തൻ്റെ ഒരു എതിരാളി, തൻ്റെ എതിരാളികളിൽ ഒരാൾ അക്ബറാണ്. അപ്പോൾ അക്ബറിനെതിരെ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് ആ ഒരു സംസാരത്തിലുടനീളം ഷാനവാസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അക്ബർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ, നിങ്ങളുടെ കൂടെ അല്ലേ അക്ബർ എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ഇത് ഷാനവാസിന് തന്നെ ഡേഞ്ചർ ആവുന്ന ഒരു ഗെയിമാണ്. ജിസേൽ പറയുന്നു, അക്ബർ ഈ ഒരു കാര്യം പറഞ്ഞ് ഒരു ബഹളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അക്ബർ ബഹളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് അങ്ങനെയല്ല സംഭവം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണെങ്കിൽ, ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ജിസയിലും ആര്യനും ബെഡ് മാറി കിടക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അക്ബറിൻ്റെ ഒരു സദുദ്ദേശം വെച്ചിട്ട് തിരിച്ചിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കൺവേ ചെയ്തു, നിങ്ങളിപ്പോൾ ഇങ്ങനെ മാറി കിടന്നാൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കാര്യം ശരിയാണ് എന്ന് ആളുകൾക്ക് തോന്നില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് അല്ല നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ മാറിക്കിടക്കുന്നത്? നിങ്ങൾ മാറിക്കിടക്കുന്നത് ബാക്കിയുള്ള ആളുകളുടെ വർത്തമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ? അതൊരു പ്രശ്നമാക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. ഒനിയിൽ പറഞ്ഞതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടാണോ എന്നുള്ള രീതിയിലാണ് അക്ബർ അത് കൺവേ ചെയ്തത്. ശരിയല്ലേ? ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി അത് സ്വയം ബോധ്യപ്പെട്ടു, തെറ്റ് മനസ്സിലാക്കി മാറിക്കിടക്കുന്നത് പോലെ ആവില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ? ഫ്രണ്ട്ഷിപ്പാണ്, ബോണ്ടാണ് എന്നുണ്ടെങ്കിൽ എന്തതിൻ്റെ ആവശ്യം എന്നുള്ളതാണ് അക്ബർ ഉന്നയിച്ചത്. അതാണ് ജിസേലിന് ആ രീതിയിലേക്ക് കൺവേ ആയത്. അതാണ് ജിസേൽ വേറൊരു രീതിയിൽ ഷാനവാസിനോട് പറയുന്നത്. എന്താണെങ്കിലും നിലവിൽ ഷാനവാസിന് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ഷാനവാസിന് 8ൻ്റെ പണി കൊടുക്കുന്ന ഇൻപുട്ടാണ്. പുള്ളി അതെടുത്തിട്ട് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ വൻ കോമഡി ആയിരിക്കും. ഈ ആഴ്ച ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഗെയിം അതാണ്. ഷാനവാസിനോടുള്ള ഇഷ്ടവും കൂടെ പോകുന്ന തരത്തിലേക്കുള്ള വർത്തമാനങ്ങളൊക്കെയാണ് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിനുശേഷം ഒനിൽ, ലക്ഷ്മി എന്നിവരുടെ ഫാമിലി ബിഗ് ബോസിലേക്ക് വരികയാണ്. നെവിൻ്റെ ഫാമിലി ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട്. ഒനിലിൻ്റെ അമ്മയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ട് ഒത്തിരിയധികം ആഗ്രഹിച്ച ഒരു അമ്മയാണ്. തൻ്റെ മകനിലൂടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചതിൻ്റെ വലിയ സന്തോഷമൊക്കെ ബിഗ് ബോസിനെ അറിയിക്കുന്നുണ്ട്, പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്, കണ്ടസ്റ്റൻസിനെ അറിയിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണ് എല്ലാ ആളുകളോടും. ലക്ഷ്മി വന്നപ്പോൾ തന്നെ ഒനിലിൻ്റെ അമ്മയുടെ കാലൊക്കെ പിടിച്ച് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഒനിലിൻ്റെ അമ്മയും ആദില, നൂറ എന്നീ കുട്ടികളെ കാണാൻ വേണ്ടിയുള്ള തിടുക്കത്തിലാണ്. അവരെ സ്നേഹം കൊണ്ട് പുണരുന്നു. അതിനുശേഷം അമ്മ ലക്ഷ്മിയോട് സംസാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അമ്മയ്ക്ക് ലക്ഷ്മി ആ ഒനിലിൻ്റെ ഇഷ്യൂവിൽ സോറി പറഞ്ഞതിൽ വലിയ സന്തോഷം തോന്നി. അങ്ങനെയാണ് കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നത്. കുട്ടി അങ്ങനെ സോറി പറഞ്ഞത് നല്ലൊരു കാര്യമാണ്, അമ്മയ്ക്ക് അതിൽ വലിയ അഭിമാനമുണ്ട് എന്നൊക്കെ അമ്മ പറയുന്നു. ഈ 3 ഫാമിലീസും അതിലെ പ്രധാനപ്പെട്ട ആളുകളും ലിവിങ് ഏരിയയിൽ കണ്ടസ്റ്റൻസിന് മുൻപിൽ അവരെ പരിചയപ്പെടുത്തുകയാണ്. ലക്ഷ്മിയുടെ അമ്മ ലത ടീച്ചറാണ്. ടീച്ചറായിട്ടുള്ള അമ്മ പറയുന്നു, വീട്ടിലേക്ക് വരരുത് എന്ന് ലക്ഷ്മി പറഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എല്ലാ ആളുകളെയും ക്ഷണിക്കുകയാണ്, നിങ്ങൾ സിറ്റൗട്ട് ഇരുന്നാൽ മതിയല്ലോ എന്നുള്ള ഒരു കാര്യം ഒരു ഡാർക്ക് ഹ്യൂമറായിട്ട് പറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇളയ കുട്ടിക്ക്, എനിക്കൊന്ന് കൊച്ചുമോൾക്ക് നൂറയുടെ അതേ ചായയാണ്. അതോടൊപ്പം ഗെയിമേഴ്സിൻ്റെ സജഷൻ കൊടുത്തത് കുറച്ചുകൂടെ എൻ്റർടൈൻ ചെയ്ത് കളിക്കണം എന്നുള്ളതാണ്. പിന്നെ നെവിൻ്റെ അനിയത്തിയാണ് സംസാരിച്ചത്. ചേട്ടൻ ഫസ്റ്റ് വീക്കിൽ തന്നെ ഔട്ടാകുമെന്ന് കളിയാക്കിയാണ് ഇങ്ങടേക്ക് വിട്ടത്. ഇത്ര ദിവസം ഇവിടെ പിടിച്ചു നിന്നത് വലിയ കാര്യം, ചേട്ടനൊരു മഹാസംഭവം തന്നെ എന്നുള്ള രീതിയിലാണ് അനിയത്തി പറയുന്നത്. സാധാരണ മറ്റേ ബ്രദർ സിസ്റ്റർ ബോണ്ടാണ് അവർക്കിടയിലുള്ളത്. അതിൻ്റെ ചില രസങ്ങളും അതിൻ്റെ ചെറിയ ഒരു സംഭവം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഒനിലിൻ്റെ ബ്രദറും അമ്മയാണ് സംസാരിക്കുന്നത്. ഒനിലിൻ്റെ അമ്മ 1 മുതൽ 7 വരെയുള്ള സീസൺസ് കണ്ടിട്ടുണ്ട്. വലിയ ആഗ്രഹമായിരുന്നു, ആ ഒരു ആഗ്രഹം ഇവിടെ പൂർത്തീകരിച്ചു. ഒനിലിൻ്റെ ബ്രദറിനാണെങ്കിൽ നേരിട്ട് എല്ലാ ആളുകളെയും കാണുമ്പോൾ വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ്, ടി വിയിലല്ല എല്ലാ ആളുകളെയും കാണാറുള്ളത്. ഇതിനുശേഷം
അതിനുശേഷമാണ് നെവിൻ്റെ സിസ്റ്റർ നെവിനോട് സംസാരിക്കുന്നത്. ഫുഡിലേക്ക് മാത്രം ഫോക്കസായി പോകുന്നുണ്ട്, ഒന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ നെവിൻ ഒരിക്കലുമില്ല നെവിൻ്റെ സ്ഥിരം ശൈലിയിൽ വീണ്ടും ഒനിലുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ട് ആദില, നൂറ, അതേപോലെ തന്നെ ലക്ഷ്മി എന്നിവരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒനിൽ നമ്മൾ പറയുന്നുണ്ട്, ഞങ്ങളതൊക്കെ അന്നേ തന്നെ മനസ്സിലാക്കി. നമുക്കറിയാമല്ലോ, റീപ്ലൈ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായല്ലോ അത് എന്തായിരുന്നു സംഭവം എന്നുള്ളതും അതിൻ്റെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒനിൽ കരഞ്ഞപ്പോഴത്തേക്ക് അമ്മ ആകെ മൊത്തത്തിൽ ബോധക്ഷയമുണ്ടായി എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാലും അവർക്ക് ആരോടും ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. ആര് വിന്നറായാലും കുഴപ്പമില്ല, ഗെയിം നന്നായിട്ട് കളിക്കണം എന്നുള്ളതാണ് എല്ലാ ഫാമിലികളും കണ്ടസ്റ്റൻസിന് കൊടുത്ത ഒരു ഉപദേശം. ആദില, നൂറ എന്നിവരെ വീണ്ടും അമ്മമാരൊക്കെ ഹഗ് ചെയ്യുന്നുണ്ട്. ആര്യൻ നല്ലൊരു പയ്യനാണ് എന്ന് ലക്ഷ്മിയുടെ അമ്മ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഏതായാലും എനിക്ക് വലിയ സന്തോഷമൊക്കെ ആയി. ഒനിലിൻ്റെ ഒരു ഗെയിം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ സംശയത്തോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആഴ്ച പോവോ അടുത്ത ആഴ്ച പോകുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഭൂരിപക്ഷം പ്രേക്ഷകർക്കുണ്ട്, എനിക്കുമുണ്ട്. അപ്പോൾ ഔട്ടായി പോകുന്നതിന് മുൻപ് ഒനിലിൻ്റെ അമ്മയ്ക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊക്കെ തോന്നി. ഇനിയിപ്പോൾ ഒനിൽ ഗെയിമിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജികൾ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഡൗൺ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ വരെ നിൽക്കാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഒനിലിൻ്റെയും നെവിൻ്റെയും പേരൻസ് പോയതിന് ശേഷമാണ്, ലക്ഷ്മിയുടെ പേരൻസ് അവിടെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഈ അലുവ മുറിച്ച് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട അലമ്പ് നടക്കുന്നത്. അനുമോൾ രണ്ടാമത് കള്ളം പറഞ്ഞൊരു അലുവ ബിന്നിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു എന്നുള്ളതാണ് ആരോപണം. അനുമോൾ അതിനെ വേറൊരു രീതിയിൽ നിഷേധിക്കുന്നു. തലേദിവസം മട്ടൺ ഷാനവാസ് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് പിണങ്ങിയിരുന്ന ആളാണ് അനുമോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ വളരെ മോശമായിട്ടുള്ള ഒരു സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ മുന്നിൽ വെച്ച്. എന്തൊരു കഷ്ടമാണ്. മര്യാദയ്ക്ക് പണിയെടുത്ത് ലക്ഷറി ടാസ്ക്കൊക്കെ ചെയ്ത് വേണ്ട ലക്ഷറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ പോരാ, അതെല്ലാം റദ്ദാക്കും. എന്നിട്ട് കിട്ടുന്ന ഭക്ഷണത്തിന് അവിടെ തമ്മിൽ തല്ലും കാര്യങ്ങളും. ബിഗ് ബോസ് ആണെങ്കിൽ അളവിന് തികച്ചൊരു സാധനം അങ്ങോട്ടേക്ക് കൊടുക്കത്തുമില്ല. എന്തോരം ഫുഡ് ഈ ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതാണ്. അതിൽ നിന്നൊക്കെ ഇങ്ങനെ മിച്ചം പിടിച്ച് ഇത്തിരി അകത്തോട്ട് കൊടുക്കത്തുള്ളൂ. എന്തോ പക വീട്ടുന്നത് പോലെയാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഒരു ഗെയിം അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഫുഡിന് വേണ്ടിയുള്ള അടിയാണ്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും. ലക്ഷ്മിയുടെ കുട്ടിയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിയില്ല. അതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയ ഒരു മുഖത്തോടെയൊക്കെയാണ് എപ്പിസോഡിൽ കണ്ടത്. എന്നാൽ ലൈവിൽ നിന്നും എപ്പിസോഡിൽ നിന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. അതുകൊണ്ട് കാരണങ്ങൾ വ്യക്തമല്ല. അപ്പോൾ അനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പഴം തൻ്റെ പ്രിയപ്പെട്ട കുട്ടിക്ക് കൊടുക്കണമെന്നൊക്കെ ബിഗ് ബോസിനോട് ലക്ഷ്മി റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ലക്ഷ്മി വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഹൗസിൽ കണ്ടത്. പിന്നീട് നമ്മൾ കാണുന്നത് ആദില, നൂറ, അനുമോൾ എന്നിവർ വളരെ ആഹ്ലാദത്തോടെ, അവരുടെ ചിരി കാണാൻ ഭയങ്കര രസമാണ്. നൂറയുടെയൊക്കെ ചിരി കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന കാണാൻ രസമുണ്ട്. അപ്പോൾ ആ ഒരു ചിരിയോടെ കുറേയധികം കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. ബിഗ് ബോസ് പറയുന്നു മൈക്ക് ശരിയായി വെക്കുക. അപ്പോൾ പ്രൈവസി വേണ്ടേ, പെൺകുട്ടികൾക്ക് പ്രൈവസി വേണ്ടതെന്നൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈക്കൊക്കെ ശരിയാക്കി വെച്ചിട്ടുള്ള പ്രൈവസി മതി എന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. ഇതിനുശേഷം ഹെൽത്തി ഗ്രോസർ കായത്തിൻ്റെ ഒരു ടാസ്ക്കാണ് നമ്മൾ കണ്ടത്. അത് വളരെ ഭംഗിയായിട്ട് ആഹ്ലാദത്തോടെ കണ്ടസ്റ്റൻസ് ചെയ്ത് കണ്ടു. പിന്നീട് ഷാനവാസ് മുനിയിലും കൂടെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഷാനവാസ് ഒരു വലിയേട്ടൻ കളി വല്ലാണ്ട് അങ്ങോട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ആദില, നൂറ അവരുടെ വിഷമങ്ങൾ, അവരുടെ ഫാമിലി എന്ന നഷ്ടങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഷാനവാസ് സംസാരിക്കുന്നത്. കുട്ടികളുടെ തീരുമാനമൊന്നും ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അവരുടെ ജീവിതമാണ്, അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. പക്ഷേ ഇതിനിടയിലൂടെ ഷാനവാസ് ഉദ്ദേശിക്കുന്നത് അക്ബറിനുള്ള പണിയാണ്. അപ്പോൾ ദിയ സനയുടെ കാര്യം പറഞ്ഞ് അവരെ വേദനിപ്പിച്ച് ശരിയായിട്ടുണ്ടോ? ഞാൻ പറയുന്നത് അതും ഒരു ഡാർക്ക് ഹ്യൂമറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അറിഞ്ഞുകൊണ്ട് അക്ബർ അവരെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ലാലേട്ടൻ പറയുന്നത് പോലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് നോക്കി കാണാം, എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഹെയ്റ്റ് ഒഴിവാക്കിയിട്ട് പെരുമാറാം. അപ്പോൾ അതുപോലെ കണ്ടുകൂടെ? അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരൻ അയ്യടാന്നായി പോയി പറഞ്ഞതിന് ശേഷം. പറഞ്ഞ് നെക്സ്റ്റ് മൊമെൻറ്റിൽ അക്ബറിന് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. നമ്മളെപ്പോലെ പല ആളുകളും അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ആളുകളോട് പറയാറുള്ള ആളുകളാണ്. അതിന് ആത്മാർത്ഥമായിട്ടുള്ള സോറി അക്ബർ ചോദിച്ചു. വീണ്ടും അതെടുത്തിട്ട് ഒരു ഗെയിം ആക്കാൻ വേണ്ടി നമ്മുടെ പ്രിയ ഷാനവാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഷാനവാസ് ഈ ആർത്തി പിടിച്ചിട്ട് ഗെയിം കളിക്കുന്നത്? ബാക്കിയുള്ള ആളുകളൊക്കെ സമാധാനത്തോടെ പോകുന്നുണ്ടല്ലോ, ആ ഒരു ട്രാക്ക് പിടിച്ചുകൂടെ? ഭയങ്കര നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ആദില, ലക്ഷ്മി എന്നിവർ സംസാരിക്കുന്നതാണ്. കുറച്ചും കൂടെയൊക്കെ ആളുകളുമായിട്ട് ഇടപെട്ട് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമൊക്കെ ലക്ഷ്മിയുടെ മൊത്ത സ്വഭാവത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആദിലയുടെ ചില സംശയങ്ങൾക്ക് ലക്ഷ്മി മറുപടി കൊടുക്കുകയാണ്. എങ്ങനെയാണ് കുട്ടികളെ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ ബിഗ് ബോസ് കാണിക്കേണ്ടത്? അപ്പോൾ ലക്ഷ്മി പറയുന്നു ഇന്ന ഭാഗങ്ങളെ കാണിക്കത്തുള്ളൂ, വഴക്കുണ്ടാക്കുന്ന ഭാഗങ്ങൾ കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ മൊത്തത്തിൽ കുഴഞ്ഞ് മറിയുകയാണ് അവിടെ കാര്യങ്ങൾ. ഞാനത് ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ തള്ള വൈബ് അനു നെവിനെ ഉപദേശിക്കുകയാണ്. എങ്ങനെയല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? നമുക്ക് എല്ലാവരെക്കാളും വലുത് വീട്ടുകാരാണ്. നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരാത്തതിൽ നിനക്ക് വിഷമമുണ്ട്, അങ്ങനെയൊക്കെ കാണിക്കാവോ? അമ്മയും അനിയത്തെയല്ലേ ഇങ്ങടേക്ക് കൊണ്ടുവരേണ്ടത്? ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലേക്കൊക്കെ പേരൻസ് വരുന്നതും ഫാമിലി വരുന്നതും ഒന്നും അത്ര നല്ലതായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം
അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒനിലിൻ്റെ അമ്മേനെ പോലെ ആഗ്രഹമൊക്കെ ഉണ്ട്, അവർക്ക് ആ ഒരു വേദി വേണമെന്നുണ്ടെങ്കിൽ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നമ്മളൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോയി, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബോണസായിട്ട് വേറെ 2 വ്യക്തികളെ അങ്ങോട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരിക, നാട്ടുകാരുടെ മുൻപിൽ നമ്മുടെ ഫാമിലിയെ കാണിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യം ആക്ച്വലി ഇല്ല. ആര് വന്നാലും എന്ത് സംസാരിച്ചാലും അതിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ടും അതിൽ രസം കണ്ടെത്താനായിട്ടാണ് ഇതിൻ്റെ പ്രേക്ഷകർ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഫാമിലി എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ കളിച്ചിട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ ബെസ്റ്റ് ഫ്രണ്ടാണ് നെവിൻ ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നെവിൻ അതൊരു ഗുണകരമാണ്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങടേക്ക് ചെല്ലാം. അവരെ ഇങ്ങടേക്ക് കൊണ്ടുവന്നൊരു കണ്ടൻറ്റിൻ്റെ ഭാഗമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അനുവിൻ്റെയൊക്കെ ഉപദേശമൊക്കെ എനിക്കൊന്നും തീരെ സഹിക്കാൻ പറ്റുന്ന ഉപദേശമൊന്നുമല്ല. എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ഒരു ആൺകുട്ടി, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ പെരുമാറേണ്ടത് എന്നൊക്കെ ആ ഒരു കുടുംബത്തെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത, ഒന്നും അറിയാത്ത അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഞാൻ വീട്ടിലൊരു അച്ഛൻ്റെ റോളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അച്ഛൻ്റെ റോൾ ചെയ്യുന്ന സമയത്ത് അത്രയധികം ഫണ്ണായിട്ടൊന്നും വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ റിയാലിറ്റികളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ചില വീടുകളിലൊന്നും അത്ര തമാശ ഉണ്ടാവില്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, അതേപോലെയുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കില്ല കൂടെയുള്ള ആളുകൾക്ക്. അപ്പോൾ എന്തിനാണ് ചുമ്മാ ഞാൻ മാറ്റി തരും നിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയൊക്കെ അനുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ആദില, നൂറ എന്നിവർ അവരുടെ സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. ആദിലയ്ക്ക് തൻ്റെ പെങ്ങന്മാർ, നൂറയുടെ പെങ്ങന്മാരൊക്കെ ഇങ്ങനെ പർദ്ദയൊക്കെ വരുന്ന സ്വപ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അവരവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു സ്നേഹമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നൂറയുടെ ഒരു വാക്ക്. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വയം പുകഴ്ത്തലായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ടിയിരുന്നത്. ആ ഒരു ടാസ്ക് എല്ലാവരും വെറുതെ ഇങ്ങനെ സ്വയം പുകഴ്ത്തി, എനിക്ക് ഒത്തിരി കാശുണ്ട് എന്ന് അനുമോളൊക്കെ പറയുന്നു, ആ കാശ് കൊണ്ടാണ് ബിഗ് ബോസ് വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിലേക്ക്. ഞാൻ സുന്ദരനാണെന്ന് ഷാനവാസ് പറയുന്നു, ഫാൻസ് ഉണ്ടെന്ന് പറയുന്നു. ഈ ഗെയിമിനെ കുറിച്ചിട്ട് പറഞ്ഞത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ജിസേൽ പറഞ്ഞു, ജിസേൽ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു, ഞാൻ പുതപ്പിട്ടാൽ ഒരു കണ്ടൻറ്റാണ്, നടന്നാൽ കണ്ടൻറ്റാണ്, ചെക്കന്മാരെയൊക്കെ മൊണ്ണകളാക്കി മാറ്റിയ ആളാണ് ഞാൻ എന്നൊക്കെ പറയുന്നു. ബിന്നി ലേഡി ക്യാപ്റ്റനാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ആര്യനും സ്വയം പുകഴ്ത്തലാണ്, മറ്റേ രൺബീർ കപൂറുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. നെവിനും കുറച്ചും കൂടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി. ഷാനവാസും മീഷയെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിച്ചത്, അതിനുള്ള ഒരു വകതിരിവേ പുള്ളിക്കുള്ളൂ. ലക്ഷ്മി തൻ്റെ കഴിവുകളെ കുറിച്ചിട്ടും സൗന്ദര്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഒറിജിനൽ സ്വഭാവം മാറ്റിവെച്ചിട്ടാണ് താൻ പെരുമാറുന്നതെന്നൊക്കെ ലക്ഷ്മി പറയുന്നു. അപ്പോൾ ഒറിജിനൽ സ്വഭാവം മാറ്റിവെച്ചിട്ടുള്ള കളിയാണല്ലേ, ഓക്കെ. അപ്പോൾ ആ ഒരു കളിയൊക്കെ എക്സ്പോസ്ഡ് ആവാതെ സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ ദിനം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.